ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇവിടെ വരാനും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു അംഗീകാരം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന കവിതയാണ് ഈ ഒരു അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുമ്പോൾ കർഷക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, അവളുടെ ദുരിതങ്ങളും അതിനപ്പുറത്തേക്ക് അവളുടെ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധവും ഒക്കെയാണ് ആ കവിതയിൽ ഞാൻ വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലെ കർഷക സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു കവിതയാണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് പൊതുവെ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയും കൂടിയാണ് ഞാൻ ആ കവിതയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം വീഴ്ന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരുപാട് അനീതികളും അടിച്ചമർത്തലുകളും ഒക്കെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നുമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കർഷകർ. അതുപോലെ തന്നെ അതിലും പ്രധാനമായി അത്തരം അനീതികളോട് ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മുടെ കർഷകർ. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി എഴുതുന്ന സമയത്ത് ഞാൻ കർഷകരെ പ്രധാന പ്രമേയമാക്കിക്കൊണ്ട് എഴുതാൻ ശ്രമിച്ചത്. അതിലെ എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കർഷക സമൂഹത്തിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെയും ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ പ്രതിനിധിയാണ്. ആ രീതിയിലാണ് ഞാൻ അവളെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ നമ്മൾ ഇന്ന് എന്താണ് അനുഭവിക്കുന്നത്, അതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണം, ഒരു പ്രതിഷേധം എന്ന നിലയിലൊക്കെയാണ് ഞാൻ ആ കവിത എഴുതിയത്. ആ കവിതയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ പ്രതിഷേധം, ഇതൊക്കെ ഏറ്റവും ശക്തമായും ഏറ്റവും മനോഹരമായും പറയാനുള്ള ഒരു വഴിയാണ് കവിത അല്ലെങ്കിൽ സാഹിത്യം അല്ലെങ്കിൽ കല എന്നാണ്. അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ആ ഒരു കവിത എഴുതുന്ന വ്യക്തി അല്ലെങ്കിൽ കലാസൃഷ്ടി നടത്തുന്ന വ്യക്തി നേരിട്ട് അനുഭവിച്ച പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും ഏതൊരു ജീവിയുടെയും പ്രശ്നമാവാം. അതായത് നമ്മളൊരു വരി എഴുതുമ്പോൾ ചിലപ്പം ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രശ്നത്തെ പറ്റിയായിരിക്കും ആ ഒരു വരിയിൽ നമ്മൾ പറയുന്നത്. അയാളുടെ വേദനയായിരിക്കും ആ ഒരു വരിയിൽ നമ്മൾ ആവിഷ്കരിക്കുന്നത്. അയാൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ചിലപ്പോൾ ആ ഒരു വരി എഴുതുന്നത്. യഥാർത്ഥത്തിൽ അയാളും നമ്മളാണ്, അയാളുടെ വേദനയും നമ്മുടെ വേദനയാണ് എന്ന് തിരിച്ചറിയുന്നിടത്തു കൂടിയാണ് ശരിക്കുള്ള കവിത, ശരിക്കുള്ള കല ഉണ്ടാകുന്നത്. അന്യന്റെ മുഖത്ത് അടി വീഴുമ്പോൾ സ്വന്തം കവിൾത്തടം നോക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് ഹോസെ മാർട്ടി പറഞ്ഞതുപോലെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഗ്രേറ്റ തുൻബർഗ് ഈ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് യുദ്ധവും വംശഹത്യയും അടിച്ചമർത്തലുകളും കാലാവസ്ഥാ വ്യതിയാനവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഒരു സ്പേസ് ഉണ്ടായിട്ടും യാതൊരു രീതിയിലുള്ള പ്രതികരണവും നടത്താതെ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുണ്ടാവില്ല എന്നാണ് ഈ അടുത്ത് ഒരു ദിവസം ഗ്രേറ്റ പറഞ്ഞത്. ഗ്രേറ്റ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുണ്ടാവില്ല എന്ന് മാത്രമല്ല, കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞാലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം മാപ്പ് കൊടുക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ്. പ്രതികരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കാര്യം. ഗാസയിലെ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് കണ്ടുകൊണ്ട്, അത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ ഒരു മാറ്റവും ഇല്ലാതെ നിശബ്ദരായി നമുക്ക് സാധാരണ മട്ടിൽ ജീവിച്ചു പോവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അത്ഭുതമാണ്. അതിനെപ്പറ്റി ആലോചിക്കേണ്ടതുണ്ട്. അത്തരം ആലോചനകളെ എല്ലാ രീതിയിലും തടയുന്ന രീതിയിലാണ് നമ്മുടെ വേൾഡ് ഓർഡർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികരിക്കാത്തവരാക്കി, ചിന്തിക്കാത്തവരാക്കി, സംസാരിക്കാത്തവരാക്കി നമ്മളെ മാറ്റാനാണ് നമ്മുടെ വേൾഡ് ഓർഡർ നിരന്തരം പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരീം അബു ക്വൈറ്റ് എന്ന് പറയുന്ന ഒരു ഗാസൻ ചെറുപ്പക്കാരനുണ്ട്. കരീമിനെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഗാസയിലെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് കരീം. പലസ്തീനിയൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള UN അംബാസിഡറൊക്കെ ആയിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഒക്കെ പോയി പഠനമൊക്കെ
നിർത്തേണ്ടി വന്നു. കുടുംബാംഗങ്ങൾ മരിച്ചു, സുഹൃത്തുക്കൾ മരിച്ചു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഗാസയിൽ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഗാസയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അവരെന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്ന് ഏതാണ്ട് എല്ലാ ദിവസവും ലോകത്തോട് പറയുന്ന ഒരാളാണ് കരീം. കരീം ഈയിടെ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇപ്പോൾ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ട്രെൻഡ്. അതിനെപ്പറ്റി കരീം ഈയിടെ പറഞ്ഞത്, ഈ ഒരു ട്രെൻഡ് 3 ദിവസം കൊണ്ട് ലോകം മുഴുവൻ പടർന്നു പിടിച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇത്രയും നാളായിട്ട് ഗാസയിൽ ഞങ്ങൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ലോകത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അതാരും കേൾക്കാൻ തയ്യാറാകുന്നില്ല, അതാരും ശ്രദ്ധിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു പ്രാധാന്യവുമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുന്നത്. അതങ്ങനെ ആക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ വേൾഡ് ഓർഡറിന്റെ ആവശ്യം കൂടിയാണ്. ഇത്തരം ട്രെൻഡുകളും നമ്മളെ ചിന്തിക്കാത്തവരാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ഒട്ടും നിഷ്കളങ്കമല്ല. അതിൻ്റെയൊക്കെ പിറകിൽ പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊക്കെ ചെറുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്നേഹിക്കുന്ന, നമ്മൾ അറിയുന്ന കവിതയും സാഹിത്യവും കലയും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള കവി പാബ്ലോ നെരൂദ എഴുതിയ വരികൾ നമുക്കറിയാമല്ലോ. നിങ്ങൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അവന്റെ കവിത ഇലകളെയും കിനാവുകളെയും ജന്മനാട്ടിലെ കൂറ്റൻ അഗ്നിപർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കാത്തത്? വരൂ, ഈ തെരുവുകളിലെ രക്തം കാണും. വരൂ, കാണൂ ഈ തെരുവുകളിലെ രക്തം. വരൂ, രക്തം കാണും ഈ തെരുവുകളിലെ രക്തം. ഇങ്ങനെയാണ് നെരൂദ എഴുതിയത്. തെരുവുകളിലെ രക്തം കാണുക എന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. അങ്ങനെ ചെയ്യാനുള്ള, പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിക്കാനുള്ള, എഴുന്നേറ്റ് നിൽക്കാനും സംസാരിക്കാനുമുള്ള ആർജവം നമുക്ക് ഉണ്ടാകട്ടെ. അതിനുള്ള അത്തരമൊരു മാറ്റത്തിലേക്കുള്ള ശ്രമങ്ങളാവട്ടെ ഇതുപോലെയുള്ള ഓരോ കൂട്ടായ്മയും ഓരോ പരിപാടിയും, നമ്മൾ എഴുതുന്ന ഓരോ കവിതയും, നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകവും എന്നാണ് എനിക്ക് ഇവിടെ ആശംസിക്കാനുള്ളത്. നമ്മുടെ വേടൻ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പാടിയതുപോലെ, ഭൂമി നമ്മൾ വാഴുന്ന ഇടമാണെന്നും അവിടെ നടക്കുന്ന ഓരോ പ്രശ്നവും നമ്മളെ ബാധിക്കുന്നതാണെന്നും അവിടുത്തെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വേദന നമ്മുടേത് കൂടിയാണെന്നും തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. എനിക്ക് ഈ ഒരു അവാർഡ് തന്നതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പുനലൂർ ബാലൻ എന്ന വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരമർപ്പിക്കുന്നു. താങ്ക് യു.